സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലേറ്റസ്റ്റ് ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദ ഫോളോയിങ് സൗണ്ട് സോഴ്സസ് വൈബ്രേറ്റ്സ് പ്രൊമിനൻ്റ്ലി വെൻ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്? ചുവടെ നൽകിയിരിക്കുന്ന ശബ്ദ സ്രോതസ്സുകളുടെ ഏത് പ്രധാന ഭാഗം കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നതെന്ന്. ആദ്യം ഡ്രം വന്നിട്ടുണ്ട്, മദ്ദളം വന്നിട്ടുണ്ട്. ഡ്രമ്മിൻ്റെയും മദ്ദളത്തിൻ്റെയും വരുന്നത് സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആണ്. എ ബി വരുന്നത് തുകലാണ്. സി എന്ന് പറയുന്നത് ബ്യൂഗിളിൻ്റെ വായുവാണ് വരുന്നത് എയർ കോളം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ സോഴ്സ് ഓഫ് സൗണ്ട് ഈസ് ആൻ എസെൻഷ്യൽ കമ്പോണൻറ്റ് ഫോർ ഹിയറിംഗ് സൗണ്ട്. വിച്ച് ആർ ദ അതർ ടു കമ്പോണൻറ്റ്സ്? ശബ്ദം കേൾക്കുന്നതിന് ആവശ്യമായ ഒരു ഘടകമാണ് ശബ്ദ സ്രോതസ്സ്. മറ്റു രണ്ട് ഘടകങ്ങൾ ഏതെല്ലാം? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. ഒന്നെന്ന് പറയുന്നത് മീഡിയവും അതുപോലെ തന്നെ നമ്മുടെ ഇയറുമാണ്. അപ്പോൾ ഒരു ഘടകം എന്ന് പറയുന്നത് ശബ്ദ സ്രോതസ്സും മറ്റു രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് മാധ്യമവും ചെവിയുമാണ് മറ്റു രണ്ട് ഘടകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാൻ ആൻഡ് ആക്ടിവിറ്റി ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് സൗണ്ട് ട്രാവൽസ് ത്രൂ സോളിഡ്സ്. ഖരവസ്തുക്കളിലൂടെ ശബ്ദം പ്രേഷണം ചെയ്യും എന്ന് തെളിയിക്കുന്നതിന് ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്യുക. Let the children place their ears on the desk. Ask another child to excite the tuning fork and press firmly its stem on the desk. They should hear a sound through the desk. കുട്ടികൾ ഡെസ്കിൽ ചെവി അമർത്തിവെച്ച ശേഷം മറ്റൊരു കുട്ടി ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിച്ച് അതിൻ്റെ തണ്ട് ഡെസ്കിൽ അമർത്തി വയ്ക്കുന്നു. അപ്പോൾ ഡെസ്കിലൂടെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു. ഈ ഒരു എക്സ്പെരിമെൻ്റ് അല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്നതും കൂടി എഴുതാം കേട്ടോ. അതായത് നൂലും പേപ്പർ ഗ്ലാസ്സൊക്കെ ഉപയോഗിച്ചിട്ട് കളിഫോൺ ഉണ്ടാക്കുമല്ലോ, അത് വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. കറക്റ്റ് ദം ഇഫ് റോങ്. താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് എഴുതുക. തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. അപ്പോൾ എ നമുക്ക് നോക്കാം. സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കും. ശരിയാണോ? തെറ്റാണത് അല്ലേ? അതായത് സൗണ്ട് cannot travel through vacuum. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നില്ല. നമ്മുടെ അടുത്ത് തിരുത്തി എഴുതാൻ പാടുണ്ട് കേട്ടോ. ഇനി ബി നോക്കാം. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഓബ്ജക്ട്സ്. വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദമുണ്ടാകുന്നു. ശരിയാണത്. സി, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സോളിഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ ഗ്യാസസ്. ഖരവസ്തുക്കളിൽ ശബ്ദവേഗം വാതകങ്ങളിലെ വേഗത്തേക്കാൾ കൂടുതലാണ്. അതെങ്ങനെയാ? ശരിയാണല്ലേ. ഡി, സ്പീഡ് ഓഫ് സൗണ്ട് ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. താപനില കൂടുമ്പോൾ ശബ്ദവേഗം കുറയുന്നു. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ നമുക്കതിനെ ശരിയാക്കിയിട്ട് എഴുതാം. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. താപനില കൂടുമ്പോൾ ശബ്ദം കൂടുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഗിവൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രൊഡ്യൂസ് സൗണ്ട് ബൈ ദ വൈബ്രേഷൻ ഓഫ് ദി ലെതർ ഡയഫ്രം. തന്നിരിക്കുന്ന സംഗീതോപകരണങ്ങളിൽ തുകൽ കമ്പനം ചെയ്യുന്നത് മൂലം ശബ്ദം ഉണ്ടാക്കുന്നവ ഏതെല്ലാം എന്ന് എഴുതുക. അതിൽ തന്നിരിക്കുന്നത് വയലിൻ, ചെണ്ട, ഫ്ലൂട്ട്, മൃദംഗം, വീണ, തബല. അപ്പോൾ നമുക്കിതിൽ ഏതൊക്കെയാണെന്ന് പറയാം. ഇതിൻ്റെ ആൻസർ വരുന്നത് ചെണ്ട, അതേപോലെ മൃദംഗം, തബല. ആറാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ ദ ആസ്ട്രോനട്സ് ഡയറക്ട്ലി ഹിയർ ഈച്ച് അതർ വൈൽ ടോക്കിംഗ് ഓൺ ദ ലൂണർ സർഫസ്? വൈ? ചാന്ദ്രയാത്രികർക്ക് ചന്ദ്രോപരിതലത്തിൽ നിന്നുകൊണ്ട് നേരിട്ട് സംസാരിക്കുന്നത് പരസ്പരം കേൾക്കുവാൻ സാധിക്കുമോ? എന്തുകൊണ്ട്? No, there is no atmosphere on the moon. Sound requires a medium for its propagation. ചന്ദ്രനിൽ അന്തരീക്ഷമില്ല. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അതിനാൽ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ബഹിരാകാശ യാത്രികർക്ക് നേരിട്ട് പരസ്പരം സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കില്ല. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ആൻ എക്സാമ്പിൾ ഈച്ച് ഫോർ മ്യൂസിക് ആൻഡ് നോയ്സ്. സംഗീത, സ്വരം, ഒച്ച എന്നിവയ്ക്ക് ഓരോ ഉദാഹരണം എഴുതുക. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. സംഗീതം, വയലിൻ, വീണ എന്നിവയിൽ നിന്നുള്ള ശബ്ദം. ഒച്ചയിൽ വരുന്നത് വാഹനങ്ങളുടെ ശബ്ദം, കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ നിന്നുള്ള ശബ്ദം. മ്യൂസിക്കിൽ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് വീണ, വയലിൻ. നോയ്സിൽ വരുന്നത് സൗണ്ട് ഫ്രം ഹെവി ട്രക്സ്, നോയ്സ് ഫ്രം കൺസ്ട്രക്ഷൻ സൈറ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ സജസ്റ്റ് 2 ways to reduce noise pollution. ശബ്ദമലിനീകരണം കുറയ്ക്കാൻ 2 മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ കുറേ പോയിന്റുകൾ തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും രണ്ടെണ്ണം എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. പ്ലാന്റ് മോർ ട്രീസ് ടു റെഡ്യൂസ് നോയ്സ് പൊല്യൂഷൻ. കൂടുതൽ മരങ്ങൾ വച്ച് പിടിപ്പിക്കുക. ഡോണ്ട് യൂസ് ലൗഡ് സ്പീക്കർ ഇൻ പബ്ലിക് പ്ലേസസ് ബിഫോർ 6 AM ആൻഡ് ആഫ്റ്റർ 10 PM. പൊതുസ്ഥലങ്ങളിൽ രാവിലെ 6 മണിക്ക് മുൻപും വൈകുന്നേരം 10 മണിക്ക് ശേഷവും ലൗഡ് സ്പീക്കർ ഉപയോഗിക്കരുത്. സി യൂസ് ബോക്സ് ടൈപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സ്. ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കറിന് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുക. 9ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയം ഹാസ് ദ ഹയസ്റ്റ് സ്പീഡ് ഓഫ് സൗണ്ട് വിച്ച് ഹാസ് ദ ലോവസ്റ്റ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിന് ഏറ്റവും കൂടിയ വേഗമുള്ളത്, കുറഞ്ഞ വേഗമോ? അപ്പോൾ ഹയസ്റ്റ് സ്പീഡ് ഇൻ സോളിഡ് ആൻഡ് ലോവസ്റ്റ് സ്പീഡ് ഇൻ ഗ്യാസ്. ശബ്ദത്തിന് കൂടിയ വേഗം ഖരത്തിലും കുറഞ്ഞ വേഗം വാതകത്തിലുമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ ബെൽ ജാർ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദാറ്റ് സൗണ്ട് റിക്വയർസ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണെന്ന് തെളിയിക്കുവാനുള്ള ബെൽ ജാർ പരീക്ഷണം വിശദമാക്കുക. കണക്ട് ആൻ ഇലക്ട്രിക് ബെൽ ടു ആൻ എയർ ടൈറ്റ് ഗ്ലാസ് ബെൽ ജാർ ദാറ്റ്സ് കണക്ട് ടു എ വാക്വം പമ്പ്. Suspended the bell inside the jar. Press the bell switch and listen to the bell ring. Gradually pump out the air from the jar using the vacuum pump. As the air is pumped out, the sound of the bell will become lower and eventually stop. When there is no air left in the jar, no sound can be heard even though the bell's hammer is still vibrating. മലയാളം നോക്കാം നമുക്ക്. വാക്വം പമ്പ് ഘടിപ്പിച്ച ഒരു ജാറിനുള്ളിൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന അലാം തൂക്കിയിടുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബെല്ല് പ്രവർത്തിക്കുന്നത് കാണുന്നതോടൊപ്പം ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. വാക്വം പമ്പ് പ്രവർത്തിപ്പിക്കുക. ബെൽ ജാറിനുള്ളിലെ വായു കുറയുന്നതിനനുസരിച്ച് ശബ്ദം നേർത്തു വരുന്നതായി അനുഭവപ്പെടുന്നു. വായു പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടപ്പോൾ ശബ്ദം കേൾക്കാതെയാകുന്നു. അപ്പോഴും ബെല്ല് പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.